കോഴിക്കോട് വെളിമണ്ണ അഹമ്മദ് കുട്ടിയെ ദേശാടകനാക്കിയത് ഗൾഫ് കുടിയേറ്റ കഥകളിലെ പതിവ് പല്ലവിയായ പട്ടിണിയുടെ പശ്ചാത്തലമായിരുന്നില്ല. ഉത്തരമലബാറിൽ ഒരു ജന്മിയുടെ മകനായി സമ്പന്നതയുടെ മടിത്തട്ടിലായിരുന്നു ജനനം. എന്നാൽ കാലം അഹമ്മദ് കുട്ടിക്ക് വേണ്ടി കരുതി വെച്ചതാവട്ടെ പ്രവാസത്തിന്റെ വിചിത്ര നിയോഗവും. മാതാവിന്റെ വിയോഗം ഒരു 16കാരന്റെ മനസ്സിൽ തീർത്ത ഒറ്റപ്പെടലിന്റെ നൊമ്പരപ്പാടുകൾ ഒരു ലോകസഞ്ചാരത്തിന് തന്നെ നിമിത്തമാകുകയായിരുന്നു. 14-ാം വയസ്സിൽ വയനാടൻ മല കയറിക്കൊണ്ടാരംഭിച്ച അഹമ്മദ് കുട്ടിയുടെ സഞ്ചാരം താൽക്കാലികമായെങ്കിലും അവസാനിച്ചത് ബ്രിട്ടീഷ് കോളനിയായ കുവൈത്തിൽ. അതിനിടയിൽ താണ്ടിയ വഴിത്താരകൾ, പിന്നിട്ട ദേശങ്ങൾ, 65 വർഷം പൂർത്തിയാക്കിയ പ്രവാസത്തിന്റെ ഓർമ്മകൾ ഒക്കെയും പങ്കുവെക്കുമ്പോൾ ആ കണ്ണുകളിൽ 81-ാം വയസ്സിലും ഒരു 14കാരന്റെ ആവേശം. പ്രായം ശരീരത്തിൽ തീർത്ത അബലതകൾ ഇടയ്ക്കിടെ അലോസരപ്പെടുത്തുന്നുണ്ടായിരുന്നു. എങ്കിലും ഗൾഫ് രാജ്യങ്ങളിലെ സമ്പൽ സമൃദ്ധി മാത്രം പരിചയമുള്ള നവലോക പ്രവാസികൾക്ക് അതിശയോക്തിപരം എന്ന് തോന്നുമെങ്കിലും ഊച്ചിക്ക എന്ന അടുപ്പമുള്ളവർ വിളിക്കുന്ന ഇദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അനുഭവത്തിന്റെ ഉൾക്കനമുണ്ട്. തൊഴിലവസരങ്ങളുടെ മണം പിടിച്ച് മലയാളികളടക്കം വിദേശികൾ ഇങ്ങോട്ട് തിരിക്കുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1950-ലാണ് ഇദ്ദേഹം ആദ്യമായി അറബിക്കരയണഞ്ഞത്. അബുദാബിയിലായിരുന്നു ആദ്യ താവളം. പിന്നീട് സൗദി, ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, ഇറാഖ്. കാൽനടയായും കഴുതപ്പുറത്തുമൊക്കെയുള്ള നിരന്തര യാത്രകൾക്കൊടുവിൽ കുവൈത്ത് എന്ന ദരിദ്ര മുക്കുവരുടെ നാട്ടിൽ എത്തിച്ചേർന്നു. താൻ വന്നെത്തിയ കാലത്തെ കുവൈത്തിന്റെ അവസ്ഥ അങ്ങേയറ്റം ദയനീയമായിരുന്നു എന്ന് ഊച്ചിക്ക ഓർക്കുന്നു. റോഡില്ല, സ്കൂളില്ല, പോസ്റ്റ് ഓഫീസില്ല, പറഞ്ഞ മനസ്സിലായില്ലേ? പിന്നെ വസൂരി പിടിച്ചിട്ട് ഓരോന്നെ മുഖം കാണേണ്ടതാണ്, വികൃതമായിട്ട് കുണ്ടും കുഴിയും വസൂരിയൊക്കെ പിടിച്ചിട്ട്. മീൻ പിടിച്ചും മുത്തുവാരിയും ഒജീനം തേടിക്കൊണ്ടിരുന്ന ഒരു ജനതയിൽ നിന്ന് സമ്പൽ സമൃദ്ധിയുടെ ഭൂമിയിലേക്കുള്ള കുവൈത്തികളുടെ പരിണാമത്തിന് സാക്ഷികളായവർ ഒരുപക്ഷെ ഊച്ചിക്കയെപ്പോലെ വിരലിൽ എണ്ണാവുന്നവർ മാത്രമായിരിക്കും. 16-ാം വയസ്സിൽ വീട് വിട്ടെങ്കിലും സഹോദരനുമായുള്ള എഴുത്തുകുത്തുകളിലൂടെ നാടുമായുള്ള ബന്ധം നിലനിർത്തി. അബുദാബി പൗരത്വം ലഭിച്ചു എങ്കിലും കുവൈത്തിൽ സ്ഥിരതാമസമാക്കിയതോടെ ആ പൗരത്വം നഷ്ടമായി. 1952-ൽ കുവൈത്ത് സ്വദേശിനിയെ വിവാഹം ചെയ്തു. ആ ബന്ധത്തിൽ പിറന്നത് ഒരാൺകുട്ടിയടക്കം 4 മക്കൾ. കുവൈത്തി പൗരത്വമുള്ള 5 പേരും വിവാഹിതരും സർക്കാർ ഉദ്യോഗസ്ഥരുമാണ്. മകൻ യൂസഫ് ഇപ്പോഴും മാതാപിതാക്കൾക്കൊപ്പം തന്നെയാണ് താമസിക്കുന്നത്. കുവൈത്ത് വനിതയെ വിവാഹം കഴിച്ച് കുവൈത്തികളുടെ പിതാവായി ജീവിക്കുമ്പോഴും ഊച്ചിക്ക ഒരിക്കൽ പോലും പൗരത്വത്തിന് അപേക്ഷിച്ചിട്ടില്ല. സാഹചര്യങ്ങൾ ഏറെ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് കുവൈത്ത് പൗരത്വം വേണ്ടെന്നു വെച്ചു എന്ന ചോദ്യത്തിന് ഒരു തത്വജ്ഞാനിയെപ്പോലെ അളന്നുമുറിച്ച മറുപടി. പൗരത്വത്തെ പറ്റി അമ്മ എന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ചിന്തിച്ചിട്ടുമില്ല. എനിക്ക് എന്റെ നാട് എന്നുള്ള ഒരൊറ്റ ഇതാണ്. ഇത് ഇപ്പോഴും എൻ്റെ പാസ്പോർട്ട് കാണുന്നുണ്ട്. പാതി നൂറ്റാണ്ട് പിന്നിട്ട പ്രവാസ പ്രവാഹം ഒരു തിരിച്ചൊഴുക്കിന്റെ പാതയിലാണ് എന്ന ആശങ്കകൾ വർത്തമാന മാധ്യമങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കെ മടക്കയാത്ര എന്ന സാധ്യതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അഹമ്മദ് കുട്ടി പറഞ്ഞത് ഇത്രമാത്രം: കോഴിത്തും സൗകര്യമൊക്കെ പുറത്താക്കി പറഞ്ഞാൽ ഈ ദുനിയാവൊന്നും ആമ്പർമറിയില്ല, ദുനിയാവൊന്നും ആമ്പർമറിയില്ല. കാരണം അപ്പോൾ അമ്മ വേറെ ഏതെങ്കിലും ഒരു മേഖല തുറക്കും. കുവൈത്ത് സിറ്റിയിലെ KPTC ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഇന്ന് കാണുന്ന പെട്ടിക്കട ഇറാഖ് അധിനിവേശത്തിനു മുമ്പ് മലയാളികളുടെ പ്രധാന ഷോപ്പിംഗ് കേന്ദ്രമായിരുന്നു. കെട്ടിടം പുതുക്കിപ്പണിഞ്ഞതോടെ കടയുടെ വിസ്തൃതി നന്നേ കുറഞ്ഞു. എങ്കിലും ഹൈപ്പർ മാർക്കറ്റുകൾ പരിചയമില്ലാതിരുന്ന പഴയകാല കുവൈത്ത് മലയാളികളുടെ വാരാന്ത സംഗമവേദിയായിരുന്ന ആ കടയടക്കം നിരവധി ചെറുതും വലുതുമായ സംരംഭങ്ങൾക്ക് ഈ വെളിമണ്ണക്കാരൻ വിത്തുപാകിയിട്ടുണ്ട്. നാട്ടുകാരായ അനേകം പേർക്ക് കുവൈത്തിലേക്ക് വഴി തുറക്കുകയും ചെയ്തു. മരുഭൂമിയിലേക്കുള്ള യാത്രാപഥങ്ങളിൽ മുന്നിൽ നടന്ന ഇദ്ദേഹത്തെ പോലുള്ളവരെ പ്രവാസത്തിന്റെ പൊങ്ങച്ച വേദികളിൽ കണ്ടുമുട്ടിയെന്നു വരില്ല. എങ്കിലും പിന്നിട്ട നടവഴികളിൽ അവർ നമുക്കായി കരുതിവെച്ച കാലടയാളങ്ങളിൽ നിന്ന് ഒരു യുഗപരിവർത്തനത്തിന്റെ അലിഞ്ഞുചേരൽ ഇന്നും നമുക്ക് കണ്ടെത്താനാകും.